പറയൂ തങ്കച്ചി. നിനക്ക് വേണ്ടി ഞാനൊരു ഉപകാരം ചെയ്തിട്ടുണ്ട്. എന്താണാവോ? നിന്റെ ശത്രുവാണല്ലോ ദേവിക. അവളെ കുത്താനുള്ളൊരു വഴി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സുധിയുടെ വീട്ടുകാർ തന്നെ അവളെ തള്ളി പറഞ്ഞോളൂ. ആണോ? ഓ, എനിക്ക് വലിയ ഉപകാരം തങ്കച്ചി. അവളെങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്തായി കിട്ടിയാൽ മതിയായിരുന്നു. അതൊരു നല്ല ആഗ്രഹമാണോ ചന്ദ്രേ? ദേവിക ആ വീട്ടിൽ നിന്ന് പുറത്തായ പിന്നെ സിദ്ധു അവളെ ഏറ്റെടുക്കില്ലേ? പിന്നെ ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ലല്ലോ. അത് ശരിയല്ല തങ്കച്ചി. ആ വീട്ടിൽ നിന്ന് പുറത്തായ ദേവിക എവിടെയെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കണം, അല്ലെങ്കിൽ പിന്നെ ഹോസ്റ്റലിൽ താമസിക്കണം. ഒറ്റയ്ക്ക് താമസിച്ച ആ സ്ഥലത്ത് സിദ്ധുന് ചെല്ലാൻ പറ്റുമെന്നാണോ തങ്കച്ചി വിചാരിക്കുന്നത്? ഒരിക്കലുമില്ല. ഞാനിവിടെ സദാചാര പോലീസിനെ ഇറക്കില്ലേ, കയ്യോടെ പിടിക്കില്ലേ രണ്ടിനെ. നാണം വേറെ വല്ലതും വേണോ? ഞാൻ ഇത്രയും കടന്ന് ചിന്തിച്ചില്ല. ഇതാണ് വക്കീലായാലുള്ള ഗുണം. സകല കുനിഷ്ടും നിമിഷങ്ങൾക്കുള്ളിൽ മനസ്സിൽ തെളിഞ്ഞു വരും. തങ്കച്ചി വക്കീലാവാതിരുന്നത് നന്നായി. ആയിരുന്നെങ്കിൽ പല വലിയ വക്കീലന്മാർക്കും ഇന്ന് പണിയില്ലാതായന്. തങ്കച്ചിക്ക് അറിയാവുന്ന അത്രയും കൊനിഷ്ട് ഈ ലോകത്ത് വേറെ ആർക്കെങ്കിലും അറിയാവോ? ആ അല്ല, അത് പറഞ്ഞില്ലല്ലോ. എങ്ങനെയാ അവിടെ തങ്കച്ചി പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്? ആ ജയശങ്കർ സ്വാമിയും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് അനുശോചിക്കാൻ. അവിടെ സ്വാമി എനിക്ക് വേണ്ടി ഒരു കലക്ക് കലക്കും. സംശയത്തിന്റെ വിത്ത് അവിടെ പാകിയിട്ടേ സ്വാമി തിരിച്ചു വരൂ. അത് മതി വളർന്ന് വലുതായി ഒരു വടവൃക്ഷമായി മാറാൻ. സത്യം പറയല്ലോ തങ്കച്ചി, അമ്മയില്ലാത്തതിന്റെ ദുഃഖം ഞാൻ മറക്കുന്നത് തങ്കച്ചി ഉള്ളതുകൊണ്ടാ. എനിക്ക് നിന്റെ അമ്മയാകാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. വെറുതെ എന്നെ വയസ്സിയാക്കല്ലേ. എങ്കി എന്റെ ചേച്ചി ആവാനുള്ള പ്രായമുണ്ടല്ലോ. ആ അതുണ്ട്. സ്വാമിയോട് ഞാൻ എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. സ്വാമി വേണ്ടതുപോലെ ചെയ്തോളൂ. അത് മതി തങ്കച്ചി. താങ്ക് യു. എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തല്ലോ. മൂളിപ്പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ. എന്താ, നിനക്ക് ലോട്ടറി അടിച്ചോ? അതോ തലയിൽ പിരി ഇളകിപ്പോയോ? ഞാനൊന്ന് സന്തോഷിച്ചോട്ടെ എന്റെ ചേച്ചി. അയ്യോ, പാടില്ല പാടില്ല. നീ സന്തോഷിക്കാനേ പാടില്ല. നീ സന്തോഷിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? മറ്റാരെങ്കിലും സങ്കടപ്പെടുന്നത് കാണുമ്പോഴാ. ഫുൾ നെഗറ്റീവാ നീ. അതുകൊണ്ടേ നിന്റെ ഈ സന്തോഷം കാണുമ്പോഴേ എനിക്ക് പേടിയാവുന്നത്. പേടിക്കേണ്ടി വരും. ഇനി അങ്ങോട്ട് പലതും പേടിക്കേണ്ടി വരും. ദേവിക അടുത്ത് തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താവും, അതറിയാമോ? അറിയാം. അവൾ ഈ വീട്ടിലേക്കല്ലേ വരാൻ പോകുന്നത്. ഈ വീടിന്റെ മരുമകളായിട്ട് സിദ്ധുവിന്റെ കൈയും പിടിച്ച്. അപ്പോ ഞാൻ അങ്ങോട്ട് പോവും. നീ പെരുവഴിയിലോട്ട് പോണം. ഞാനെന്താ മഴവെള്ളം മറ്റാണോ പെരുവഴിയിലേക്ക് പോവാൻ? ഞാനങ്ങ് പോവില്ല, ഇവിടെ തന്നെ ഉണ്ടാവും ഈ വീട്ടില്. പെരുവഴിയിൽ പോവാൻ പോകുന്നതേ അവളാ, ദേവിക. അത് അവളുടെ വീടല്ലേ. അവൾ അവിടുന്ന് എവിടെ പോവാനാ? അതൊക്കെ നിങ്ങൾ കണ്ടോ? ബ്രഹ്മാസ്ത്രം ഒന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഉണ്ടെങ്കി ആ, അതാ പ്രയോഗിക്കാൻ പോകുന്ന. അടിവേര് വരെ മാന്തും. പറഞ്ഞ് അടിവേര് വരെ മാന്തിയത് ആരുടെയാന്ന് കണ്ട് ഞങ്ങള്. ആ, ചോദിക്കാൻ മറന്നുപോയി. വിഷ്ണുവിന് ജയിലിൽ സുഖമാണല്ലോ അല്ലേ? വിഷ്ണു എങ്ങനെ കഴിഞ്ഞ നിങ്ങൾക്കെന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയ പോരെ? ആ നിയമം എനിക്ക് മാത്രമല്ല, നിനക്കും ബാധകമാ. ദേവിക്ക് എങ്ങനെ നശിപ്പിക്കാന്ന് ആലോചിച്ച് നടക്കുന്ന നേരത്തെ സ്വന്തം ജീവിതം നന്നാക്കാൻ നോക്കു വച്ചേ. എന്റെ ജീവിതം നന്നാവണമെങ്കിൽ അവള് നശിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അവള് നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും, പ്രവർത്തിക്കുകയും ചെയ്യും. അയ്യോ, നീ എന്ത് വേണേലും ചെയ്യേ. ബ്രഹ്മാസ്ത്രമല്ല, അണുബോംബ് ഇട്ടാ പോലും ദേവികയുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം
അവൾ ഇവിടെ വന്ന് കയറേണ്ട പെണ്ണ. അത് നടന്നിരിക്കും, നീ തടഞ്ഞാലും ഇല്ലെങ്കിലും. ഒരാൾ നമ്മളെ വിട്ടുപിരിയുമ്പോഴാണ് ആ ആൾ നമുക്കെത്ര പ്രിയപ്പെട്ടതായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ജീവനോടെ ഉള്ളപ്പോൾ അയാളുടെ വില ചിലപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരില്ല. ആയുസ്സെത്താതെ മരിക്കുക, അതിൻ്റെ സങ്കടമൊന്ന് വേറെ തന്നെയാണ്. യോഗമില്ലാതായിപ്പോയി ആ കുട്ടിക്ക്. അല്ലാതെ നമ്മൾ വേറെന്താ പറയുക? ഞാൻ ദേവികനെ കുറ്റം പറയും. നിത്യയുടെ കാര്യത്തിൽ ദേവിക കുറെ കൂടി ഉത്തരവാദിത്തം കാണിക്കേണ്ടായിരുന്നു. എന്റെ മോളെ ദേവിക മോളൊരു അനിയത്തെ പോലെ സ്നേഹിച്ചത്. സാറ, ഇന്നത്തെ കാലത്ത് സ്നേഹം ആർക്ക് വേണം? കാശാണ് വലുത്. ലക്ഷങ്ങളുള്ളവൻ ലക്ഷാധിപതി, കോടികളുള്ളവൻ കോടീശ്വരൻ. ബന്ധങ്ങളുടെ വില നിശ്ചയിക്കുന്നത് പോലും പണമോ? ഈ സാറിന്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ. എങ്ങനെ കഴിഞ്ഞിരുന്ന ആളാ സാറ്. ഇപ്പോഴോ? പണ്ട് സാറിന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. അതുകൊണ്ട് ഇപ്പൊ ആയിരിക്കും സാറിന് ഒരു വിലയില്ല. അതും നേരത്തെ പറഞ്ഞതും തമ്മിൽ എന്താ ബന്ധം സ്വാമി? ഈ വീടും സ്ഥലവും ദേവികയുടെ പേരിലല്ലേ ഇരിക്കുന്നത്. നിത്യയോട് കുറച്ച് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ദേവികക്ക് ഇത് അവൾക്കും കൂടി പങ്കുവെക്കായിരുന്നില്ല. എന്തുകൊണ്ടത് ചെയ്തില്ല? അതിന് നിത്യ ഒരിക്കലും അതും പറഞ്ഞ് ഞാനുമായിട്ട് പിണങ്ങിയിട്ടില്ലല്ലോ. അതാ പെങ്കൊച്ചിന്റെ മാന്യത. ആ മാന്യത തിരിച്ച് ദേവികയും കാണിക്കണ്ടായിരുന്നു. സ്വാമി, അതൊക്കെ അവരുടെ കുടുംബകാര്യങ്ങളല്ലേ. നമ്മളെന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? നാട്ടിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടായി.